തിരുവിതാംകൂർ ഡിഫൻസ് ലൈൻ ആയ നെടുങ്കോട്ട ആക്രമിക്കുന്നതിന് മുന്നോടിയായി ടിപ്പുവും സൈന്യവും ആലുവ നദീതീരത്ത് ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ടിപ്പുവിൻ്റെ സൈനിക ബലവുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ തിരുവിതാംകൂർ സേന എണ്ണത്തിൽ വളരെ കുറവാണ്. അടുത്ത മൺസൂൺ കാലത്തിന് ഇനിയും 4 മാസം കാത്തിരിക്കേണ്ടതുണ്ട്. എന്നാൽ തിരുവിതാംകൂർ ദിവാൻ രാജ കേശവദാസൻ്റെ മേൽനോട്ടത്തിൽ പടത്തലവൻ കാളിക്കുട്ടി നായരുടെയും വൈക്കം പത്മനാഭപിള്ളയുടെയും നേതൃത്വത്തിൽ ആലുവയ്ക്കടുത്തായി നദിയിൽ ഒരു താൽക്കാലിക ബണ്ട് നിർമ്മിച്ചു. ടിപ്പുവിൻ്റെ സൈന്യം നെടുങ്കോട്ട ആക്രമിച്ച് യുദ്ധം പകുതിയായപ്പോൾ നേരത്തെ നിർമ്മിച്ചിരുന്ന താൽക്കാലിക ബണ്ട് ഇവർ പൊട്ടിച്ചുവിട്ടു. പൊരിഞ്ഞ പോരാട്ടത്തിനിടയിൽ അപ്രതീക്ഷിതമായി ഒഴുകിയെത്തിയ വെള്ളപ്പൊക്കത്തിൽ ടിപ്പുവിൻ്റെ പടയാളികൾ ഒലിച്ചു പോവുകയും കൂട്ടിവെച്ചിരുന്ന വെടിമരുന്ന് നനഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂർ നായർപ്പട മൈസൂർ സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ദുഃഖകരമായ ഒരു കാര്യം എന്തെന്നാൽ പടത്തലവൻ കാളിക്കുട്ടി നായരും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി രക്തസാക്ഷിയായി. ഇങ്ങനെ 1790 ജനുവരി മാസത്തിൽ ടിപ്പു സുൽത്താൻ ചരിത്രത്തിലാദ്യമായി പരാജയം രുചിച്ചു. യുദ്ധഭൂമിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അബോധാവസ്ഥയിൽ കിടന്ന ടിപ്പുവിനെ ഒരു നായർ പടയാളി രാത്രിയിൽ തൂക്കിയെടുത്ത് ചുമന്നുകൊണ്ടുപോയി ടിപ്പുവിൻ്റെ പട്ടാള ക്യാമ്പിൽ കൊണ്ടുചെന്നിട്ടു. മലബാറിലും കുടകിലും നായർ വംശഹത്യയ്ക്ക് ശ്രമിച്ച ക്രൂരനായ ടിപ്പുവിനെ വേണമെങ്കിൽ ആ നായർ പടയാളിക്ക് നിഷ്പ്രയാസം കൊന്നുകളയാമായിരുന്നു. പക്ഷേ നിസ്സഹായനായ ഒരു തടവുകാരനെ കൊന്നുതള്ളുവാൻ നായന്മാരുടെ യുദ്ധധർമ്മം അയാളെ അനുവദിച്ചില്ല. ടിപ്പുവിൻ്റെ പിടിച്ചെടുക്കപ്പെട്ട കിരീടവും പതാകയും പിന്നീട് തിരുവിതാംകൂറിൽ പ്രദർശനത്തിന് വയ്ക്കുകയുണ്ടായി.